കേരള സ്കൂൾ കലോത്സവം 2024-25 ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല 1008 പോയിന്റുമായി തൃശൂർ. ട്രോഫി ഏറ്റുവാങ്ങാൻ തൃശൂർ ജില്ലാ പ്രതിനിധികളെയും സമ്മാനം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കൗമാരകലകളുടെ സംഗമഭൂമിയായ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായി തൃശൂർ ജില്ല. 1008 പോയിന്റ് നേടി തൃശൂർ സ്വർണ്ണ കിരീടം സ്വന്തമാക്കി. 1007 പോയിന്റോടെ പാലക്കാട് ജില്ലയാണ് രണ്ടാമത്. 26 വർഷത്തിന് ശേഷമാണ് തൃശൂർ കിരീട ജേതാക്കളാകുന്നത്. അവസാന മത്സരഫലം വരെ സാധ്യതകൾ മാറിമറിഞ്ഞ പോയിന്റ് നിരയിൽ ഫോട്ടോ ഫിനിഷിലാണ് തൃശൂർക്കാർ ജേതാക്കളായത്. 1003 പോയിന്റോടെ മുൻവർഷ ജേതാക്കളായ കണ്ണൂരാണ് മൂന്നാം സ്ഥാനത്ത്. 1000 പോയിന്റ് നേടിയ കോഴിക്കോട് നാലാമതുണ്ട്. കലോത്സവത്തിന്റെ സമാപന സമ്മേളന വേദിയിൽ വന്നു നിൽക്കുമ്പോൾ ഏറെ അഭിമാനമുണ്ടെന്ന് ആസിഫ് അലി പറഞ്ഞു. ഗംഭീരമായി കലോത്സവം നടത്തിയ സംഘാടകർക്കും സംസ്ഥാന സർക്കാരിനും നന്ദിയെന്നും ആസിഫ് അലി. ഇന്ന് ഈ വേദിയിൽ വന്നു നിൽക്കുന്നത് വളരെയധികം അഭിമാനത്തോടെയാണ്. കലോത്സവത്തിന്റെ സമാപന സമ്മേളന വേദിയിൽ വന്നു നിൽക്കുമ്പോൾ ഏറെ അഭിമാനമുണ്ട്. വ്യക്തിപരമായി സ്കൂൾ സമയത്ത് ഒരു കലോത്സവത്തിലും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് എന്റെ കലയായ സിനിമ എനിക്ക് തന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ വേദി. കേരള സ്കൂൾ കലോത്സവ സമാപന സമ്മേളനത്തിന് വന്ന് നിൽക്കുമ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഹങ്കാരം കൂടിയുണ്ട്. ഇതുവരെ കസേര പിടിച്ചിടാൻ പോലും ഒരു യുവജനോത്സവ വേദിയിലും കയറിയിട്ടില്ല. ഒരു കലാരൂപത്തിൻ്റെയും ഭാഗമായിട്ട് ഒരു സ്റ്റേജിലും കയറിയിട്ടില്ല. ഇത്രയും വലിയൊരു ക്രൗഡിനെ നോക്കി സ്കൂൾ ടൈമിൽ സംസാരിക്കാനും പറ്റിയിട്ടില്ല. പക്ഷെ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത് കല എന്ന് എൻ്റെ സിനിമ എനിക്ക് തന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ആ സന്തോഷത്തിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, ഈ കലോത്സവത്തിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരും ഈ സ്കൂൾ കാലഘട്ടം കഴിയുമ്പോൾ നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്ത് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കലാരൂപത്തിൽ നിന്ന് അകന്നു പോകാതെ വേറൊരു പ്രൊഫഷണൽ ലൈഫിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കലയെ നിങ്ങൾ കൈവിട്ടു പോകാതെ ജീവിതകാലം മുഴുവൻ ആ കല നിങ്ങളോടൊപ്പം ഉണ്ടാവണമെന്നും ആ കലയാൽ നിങ്ങൾ ലോകം മുഴുവൻ അറിയപ്പെടണമെന്നും ഞാൻ ആശംസിക്കുന്നു. ഒരുപാട് സന്തോഷം ഇന്ന് ഈ വേദിയിൽ വന്ന് നിൽക്കാൻ പറ്റിയതിൽ. ഇത്രയും ഗംഭീരമായി ഇങ്ങനെ ഒരു കലോത്സവം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ഉത്സവമാണ് ഈ കഴിഞ്ഞു പോയതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇത്രയും ഗംഭീരമായി ഇത് സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകർക്കും സംസ്ഥാന സർക്കാരിനും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, ഇന്ന് ഈ ക്രൗഡ് കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന എല്ലാ പോലീസ് ഓഫീസേഴ്സിനും എല്ലാവർക്കും എൻ്റെ ആശംസകൾ. ഒപ്പം ഇവിടെ വന്നതിന് ഒരു ഉദ്ദേശം കൂടിയുണ്ട്. രേഖാചിത്രം എന്ന് പറഞ്ഞ എൻ്റെ ഒരു സിനിമ നാളെ റിലീസാവുന്നുണ്ട്. അത് നിങ്ങളെല്ലാവരെയും നേരിട്ട് ആ സിനിമയ്ക്ക് തിയേറ്ററിലേക്ക് ക്ഷണിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ഇന്ന് വിജയികളായ തൃശ്ശൂർ ജില്ലയിലെ എല്ലാ താരങ്ങൾക്കും സൗജന്യമായി രേഖാചിത്രം കാണാനുള്ളൊരു സൗകര്യം ഇതിൻ്റെ നിർമ്മാതാക്കൾ ഒരുക്കിയിരിക്കുന്നത് ഞാൻ ഇവിടെ വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു വേദിയിൽ വെച്ച് കാണുന്നത് വരെ, അല്ലെങ്കിൽ ഒപ്പം ഒരു സിനിമയുടെ ഭാഗമാകുന്നത് വരെ ഞാൻ കാത്തിരിക്കുന്നു. എടുത്തു പറയേണ്ടത് ഈ കലാകാരന്മാരുടെ കൂടെ വന്ന മാതാപിതാക്കൾക്കും അവരുടെ ടീച്ചേഴ്സിനും ഒരു വലിയ നന്ദിയാണ്. ഇത്തരത്തിലുള്ള പ്രോത്സാഹനമാണ് ഇവരെ ജീവിതത്തിൻ്റെ വലിയ നിലകളിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. അതെപ്പോഴും ഉണ്ടാവണം. ഇനിയും ഒരുപാട് വേദികളിൽ ഞങ്ങളെല്ലാവരും ഇരിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾക്കും ഇരിക്കാൻ ഒരു അവസരം നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ആ സന്തോഷത്തിൽ പറയുകയാണ്, ഈ കലോത്സവത്തിൽ പങ്കെടുത്ത നിങ്ങൾ എല്ലാവരും മറ്റൊരു ജീവിതത്തിലേക്ക് പോകുമ്പോഴും കലയെ കൂടെ കൂട്ടണം. ആ കലയാൽ ലോകം മുഴുവൻ നിങ്ങൾ അറിയപ്പെടണമെന്നും ഞാൻ ആശംസിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഈ വേദിയിൽ വന്നു നിൽക്കാൻ കഴിഞ്ഞതിൽ. ഇത്രയും ഗംഭീരമായി കലോത്സവം നടത്തിയ സംഘാടകർക്കും സംസ്ഥാന സർക്കാരിനും പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, തിരക്ക് നിയന്ത്രിക്കുന്ന പോലീസുകാർക്കും നന്ദിയുണ്ട്. ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഉത്സവമാണ് നടന്നത്.
നാളെ രേഖാചിത്രം എന്ന സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. അത് കാണാൻ നിങ്ങളെ എല്ലാവരെയും തിയേറ്ററിലേക്ക് ക്ഷണിക്കുകയാണ്. ഇന്ന് വിജയികളായ തൃശൂർ ജില്ലയിലെ എല്ലാ കലോത്സവ താരങ്ങൾക്കും സൗജന്യമായി രേഖാചിത്രം സിനിമ കാണാനുള്ള സൗകര്യം നിർമ്മാതാക്കൾ ഒരുക്കിയിട്ടുണ്ട്. തൃശൂർ ടീമിന് രേഖാചിത്രം എന്ന സിനിമ സൗജന്യമായി കാണാനാകുമെന്ന സർപ്രൈസ് പ്രഖ്യാപിച്ചപ്പോൾ സദസ്സിൽ നിന്ന് വലിയ കയ്യടിയാണ് ഉയർന്നത്. ഒപ്പം ഒരു സിനിമയുടെ ഭാഗമാകുന്നതുവരെ നിങ്ങളെ ഞാൻ കാത്തിരിക്കുകയാണ്. കുട്ടികളുടെ രക്ഷിതാക്കൾ നൽകുന്ന പിന്തുണ വളരെ വലുതാണെന്നും ആസിഫ് അലി പറഞ്ഞു. ഭാവിയുടെ വാഗ്ദാനങ്ങളായി ഈ കുട്ടികൾ വളരുന്നു എന്നത് അഭിമാനവും പ്രതീക്ഷയുമെന്ന് നടൻ ടോവിനോ തോമസ് പറഞ്ഞു. താൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണെന്ന് ഇതുവഴി തനിക്ക് പറയാൻ കഴിയും. സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ ജീവിതകാലം മുഴുവൻ കലയെ കൈവിടാതെ നിർത്തുക. കല മനുഷ്യരെ തമ്മിൽ തല്ലിക്കില്ല. സംഘാടകർ, വിദ്യാഭ്യാസ വകുപ്പും മറ്റു കമ്മിറ്റികളും വിജയികളും എല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നു. വിജയികൾക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. നൂലിഴ വ്യത്യാസത്തിലാണ് പരാജയം. പരാജയപ്പെട്ടവർക്കും തന്റെ അഭിനന്ദനങ്ങളെന്ന് ടോവിനോ പറഞ്ഞു. സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങളുടെ ജില്ലയ്ക്ക് 1ാം സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസം അവധി കിട്ടും എന്നുള്ളത് മാത്രമായിരുന്നു എനിക്ക് ഈ സംസ്ഥാന സ്കൂൾ കലാമേളയുമായിട്ടുള്ള ബന്ധം. എന്നിട്ട് വിധിയുടെ വൈപരീത്യം എന്നൊക്കെ പറയുന്നത് പോലെ ഞാനിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മേഖല കലാരംഗമാണ്. ഇനി ഞാൻ നാട്ടിൽ ചെന്ന് എല്ലാവരോടും പറയും, അല്ലെങ്കിൽ പുതുതായി പരിചയപ്പെടുന്ന ആൾക്കാരോട് പറയും, ഞാൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണെന്ന്. നന്ദി, എനിക്ക് അങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതാണ്. താങ്ക് യു. പിന്നെ തീർച്ചയായിട്ടും ഇന്നിവിടെ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷവും അതിനു മുകളിൽ പ്രതീക്ഷയുമാണ്. ഇത്രയും 15,000-ഓളം കലാകാരന്മാരും കലാകാരിമാരും ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ട്, കലാരംഗത്തിൻ്റെ ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ട് വളർന്നു വരുന്നത് കാണുന്നത് വളരെ അഭിമാനവും അതോടൊപ്പം വലിയ പ്രതീക്ഷയുമാണ്. നമ്മളുടെ സർഗാത്മകമായിട്ടുള്ള കഴിവുകളും സഹൃദയത്വവും എല്ലാം ഭാവിയിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കാൻ നമ്മളുടെ ഏത് പ്രൊഫഷനിലാണെങ്കിലും, കല ഒരു പ്രൊഫഷനായിട്ട് സ്വീകരിക്കാൻ പോവുകയാണെങ്കിലും അല്ലെങ്കിലും, നേരത്തെ ആസിഫ് പറഞ്ഞതുപോലെ ജീവിതകാലം മുഴുവൻ കലയെ കൈവിടാതെ നിർത്തുക. കല മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കും, സ്നേഹിപ്പിക്കും, എന്നും സന്തോഷം തരുന്ന, എന്നും കലയുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം വിനോദമാണെങ്കിലും അതിലൂടെ ഉണ്ടാവുന്ന സൗഹൃദങ്ങളും, ഇപ്പം ഇന്ന് ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള എത്രയോ സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ ഇനി തുടർന്നും സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും സമാധാനം ഉണ്ടാവാനും ആളുകളെ സ്നേഹിക്കാനും അടുപ്പിക്കാനും ഒക്കെ കലാകാരന്മാരും കലാകാരിമാരുമായിട്ട് തുടരുക. എല്ലാവിധ ആശംസകളും. ഒപ്പം ഇവരെ ഏറ്റവും ഇന്ന് ഈ ചടങ്ങ് ഇവിടെ നടക്കുന്ന സമയത്ത് അഭിനന്ദിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള നമ്മളുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പും ഇതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ കമ്മിറ്റികളും നിരവധി വോളണ്ടിയേഴ്സും വിദ്യാർത്ഥികളെയെല്ലാം പരിശീലിപ്പിച്ച് കൊണ്ടുപോകുന്ന ഗുരുക്കന്മാരും അവരുടെയൊക്കെ മാതാപിതാക്കന്മാരും എല്ലാവരോടും ഞാൻ എൻ്റെ അഭിനന്ദനങ്ങളും സ്നേഹവും അറിയിക്കുകയാണ്. ഒപ്പം വിജയികളായിട്ടുള്ള ഒരുപാട് മത്സരങ്ങളുണ്ടായിരുന്നു. ആ മത്സരങ്ങളിലെല്ലാം വിജയികളായിട്ടുള്ള എല്ലാവരോടും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം അറിയിക്കുകയാണ്. പക്ഷെ ഞാൻ അറിഞ്ഞിടത്തോളം ഒരു നൂലിഴ വ്യത്യാസത്തിലാണ് പലരും പരാജയപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് പരാജയപ്പെട്ടവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. പിന്നെ ഞാൻ 2-3 ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അപ്പോൾ കഴിഞ്ഞ തവണ മമ്മൂക്ക വന്നപ്പോൾ മമ്മൂക്കയും അതുപോലത്തെ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് തീരുമാനിച്ചത്. ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കതിൽ ഏറ്റവും സന്തോഷം തോന്നിയത്, ഞാൻ ഏത് വേഷത്തിൽ വന്നാലും കാണാൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. പക്ഷെ ആ കൂട്ടത്തിൽ കുറേ ആൾക്കാർ പറഞ്ഞു, കറുത്ത ഷർട്ടും വെളുത്ത മുണ്ടും എടുത്ത് വന്നാൽ നല്ല രസമായിരിക്കുമെന്ന്. ഭാഗ്യവശാൽ എൻ്റെ കയ്യിൽ ഏറ്റവും കൂടുതലുള്ളത് കറുത്ത ഷർട്ടുകളായതുകൊണ്ട് എനിക്കത് വളരെ എളുപ്പമായിരുന്നു. വേറെ കുറച്ച് പേര് പറഞ്ഞു മോഡേൺ ആയിട്ടുള്ള വേഷത്തിൽ വരുന്നതാണ് ഇഷ്ടമെന്ന്. അവരെന്നോട് ക്ഷമിക്കുക, അടുത്ത തവണ എനിക്ക് ഇങ്ങനെ ഒരു ചടങ്ങിന്
ഒരു ഇൻവൈറ്റ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി ആ മോഡേൺ വസ്ത്രങ്ങൾ ഇട്ടിട്ട് വരാൻ ശ്രമിക്കാം. വസ്ത്രധാരണത്തിലെ വീഡിയോ കണ്ടു. ആ കൂട്ടത്തിൽ പറഞ്ഞ വസ്ത്രമാണ് താൻ ഇട്ടിരിക്കുന്നത്. കറുത്ത ഷർട്ടും വെള്ളമുണ്ടും. മറ്റ് ഓപ്ഷൻ പറഞ്ഞവർ ക്ഷമിക്കണം. അടുത്ത തവണ ഭാഗ്യം ലഭിച്ചാൽ അത് അനുസരിക്കാമെന്നും ടോവിനോ പറഞ്ഞു. ഇത്രയും വിസ്മയം തരുന്ന കുട്ടികൾ നാടിന്റെ സമ്പത്താണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. പരിപാടി ഭംഗിയായി തീർത്തതിൽ വിദ്യാഭ്യാസ മന്ത്രിയെയും അധ്യാപക സംഘടനകളെയും എല്ലാവരെയും അഭിനന്ദിക്കുകയാണെന്നും എല്ലാവരും ചേർന്ന പരിപാടി ഭംഗിയായി നടത്തിയതിൽ അഭിമാനമുണ്ടെന്നും സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സംഘാടനത്തിന് A+ നൽകുമെന്ന് സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. ലോകത്തിന് മുൻപിൽ അഭിമാനത്തോടെ തല ഉയർത്തി പറയാൻ കഴിയുന്ന പരിപാടിയാണ് സ്കൂൾ കലോത്സവമെന്നും AN ഷംസീർ പറഞ്ഞു. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം.